നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക എന്ന് ഈസാ നബി അലൈഹിസ്സലാം പറഞ്ഞു. നല്ലതാ, ബൈബിളിലുണ്ട്, മത്തായി സുവിശേഷത്തിലുണ്ട്. പക്ഷെ അത് ചെയ്താൽ എന്താ ഗുണം, ചെയ്തില്ലെങ്കിൽ എന്താ തെറ്റ്, അല്ലെങ്കിൽ എന്താ അനുഭവിക്കേണ്ടി വരിക എന്ന് അവിടെ പറഞ്ഞിട്ടില്ല. അതിനേക്കാൾ ഒന്നുകൂടി അതേ ആശയത്തെ റസൂലുള്ളാഹി പറഞ്ഞപ്പോഴോ എങ്ങനെയാ വന്നത്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞപ്പോൾ എങ്ങനെയാ വന്നത്? അയൽവാസി പട്ടിണി കിടന്നാൽ നീ ഞങ്ങളിൽ പെട്ടവനല്ല. രണ്ട് കാര്യങ്ങളെ നമ്മൾ രണ്ട് രീതിയിൽ ചിന്തിക്കണം. അയൽവാസി പട്ടിണി കിടക്കരുത്, നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക എന്ന് പറഞ്ഞ് നിർത്തിയില്ല. അതിനുള്ള ശിക്ഷ അവിടെ തന്നെ പറഞ്ഞു. നീ ഈ ഉമ്മത്തിൽ നിന്ന് അല്ലെങ്കിൽ എന്നിൽ പെട്ടവൻ എന്ന ഐഡന്റിറ്റിയിൽ നിന്ന് യു വിൽ ബി ഓട്ടോമാറ്റിക്കലി എക്സ്കമ്മ്യൂണിക്കേറ്റഡ്. നമ്മൾ അതിൽ നിന്ന് അന്യതാവൽക്കരിക്കപ്പെട്ടു പോകും. നമ്മൾ പിന്നെ അതിന്റെ ആളുകളാണെന്ന് പറയാനുള്ള അവകാശം നഷ്ടപ്പെടുകയാണ്. അങ്ങനെയൊക്കെ വളരെ കഠിനമായി പറഞ്ഞെങ്കിലേ ഇത് നമ്മൾ ഉത്തരവാദിത്തമായി ഏറ്റെടുക്കുള്ളൂ. ഇപ്പൊ 100% മാർക്ക് മേടിക്കാതെ ഇങ്ങോട്ട് വന്നേക്കരുത്, ഇനി കുടുംബത്തിൽ സ്ഥാനമില്ല എന്നൊക്കെ പറഞ്ഞതിന്റെ അർത്ഥം അന്ന് മുതലങ്ങ് ഇറക്കി വിടുന്നൊന്നുമല്ല. അങ്ങനെയൊന്നും പേടിക്കരുത്, അല്ലേ? അല്ലെങ്കിൽ മുഴുവൻ മാർക്ക് മേടിക്കാതെ വന്നു കഴിഞ്ഞാൽ ഞാൻ നിന്റെ വാപ്പയാണെന്ന്, എന്നെ പിന്നെ നീ വാപ്പാന്ന് വിളിക്കേണ്ടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കഠിനമാണ്. പക്ഷെ ആ ഉദ്ദേശശുദ്ധി എന്താ? നീ മാക്സിമം ശ്രദ്ധിക്കണം, അല്ലേ എന്ന് പറയുന്ന പോലെ നമ്മൾ ഈ സമൂഹത്തിൽ നിലനിൽക്കുമ്പോൾ മാക്സിമം ശ്രദ്ധിക്കണം എന്നാ പറയണേ. ആരെങ്കിലും പട്ടിണി കിടന്ന് എത്തി കഴിഞ്ഞാൽ ഉടനെ ഒരാളുടെ ഈമാനും തൗഫീക്കും ഹിദായത്തും ഒക്കെ അങ്ങ് പോകുമെന്ന് വിചാരിക്കുക. ആ അർത്ഥത്തിലല്ല പറയുന്നെങ്കിലും അങ്ങനെ പറയാൻ ധൈര്യം കാണിച്ച ഒരു റസൂലിനെയാണ് നമ്മൾ ഇന്ന് ഓർക്കേണ്ടത്. അങ്ങനെ കൃത്യമായി ഓരോ കാര്യത്തിലും എവിടെ തുപ്പണം, എങ്ങനെ മൂത്രമൊഴിക്കണം എന്ന് വരെ പറയുന്ന, എങ്ങനെ ഏത് വശം ചെരിഞ്ഞു കിടക്കണം എന്ന് പറയുന്ന, തിന്നുന്നതിന് മുമ്പും കുടിക്കുന്നതിന് മുമ്പും എങ്ങനെ കഴിക്കണം, എന്ത് കഴിക്കണം എന്ന് പറഞ്ഞ കൃത്യമായ ശിക്ഷണം നൽകി അങ്ങനെ ഒരു സമൂഹം ഉദ്ഘാടനം ചെയ്ത് അതിന്റെ പരിപൂർണതയിൽ കണ്ട് അടുത്ത ആളുകൾക്ക് അതിനുള്ള ട്രെയിനിങ് കൊടുത്തതിന് ശേഷമാണ് മറ്റു പ്രവാചകന്മാരെ പോലെ അല്ല റസൂലുള്ളാഹി വഫാത്തായത്. മറ്റ് പ്രവാചകന്മാരൊക്കെ മരിക്കുന്ന സമയത്ത് അവർക്കൊന്നും ഇങ്ങനെ ഒരു സംവിധാനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ അതിങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് അതിങ്ങനെ നല്ല രീതിയിൽ പോകുന്നത് കണ്ട് സന്തോഷത്തോടു കൂടി വഫാത്താകാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷെ റസൂലുള്ളാഹിയെ സംബന്ധിച്ചിടത്തോളം അത് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാനും എൻ്റെ ഉമ്മത്തും ഞാനും എൻ്റെ സഹാബത്തുമാണ് നിങ്ങൾക്ക് മാതൃക എന്ന് പറഞ്ഞു പോകാൻ ആർക്ക് കഴിഞ്ഞു? റസൂലുള്ളാഹി കഴിഞ്ഞു. അതുകൊണ്ട് പേടിക്കണ്ടേ ഇങ്ങനെയുള്ളൊരു സംവിധാനത്തിന്. ഇനി ഇത് എനിക്കെന്താ കുഴപ്പം? ഞാൻ ഹിന്ദു മതത്തിലെ ആചാര്യനല്ലേ. ഞാൻ ഭയക്കുന്നത് എന്താണെന്നറിയോ? ഇത്രയും സുശക്തമായി ദൈവിക സംവിധാനത്തിന്റെ അനുഗ്രഹമുള്ള ഒരു സംവിധാനത്തെ തകർക്കുമെങ്കിൽ അതിന്റെയൊക്കെ ഒരുപാട് പുറകിൽ നിൽക്കുന്ന ഇതൊരു ഡാം പോലെയാണ്. മുല്ലപ്പെരിയാറെങ്ങാനും പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ ആരും ഇവിടെ നിൽക്കുകയില്ല എന്ന് പറയുന്ന പോലെ ഈ സാധനം ഒന്ന് തകർന്നു കഴിഞ്ഞാൽ പിന്നെ മതങ്ങൾക്കൊന്നും ഒരു പ്രസക്തിയില്ല. ബാക്കിയുള്ളവർക്കൊന്നും ഇത്രയൊന്നും പിടിച്ചു നിൽക്കാൻ കഴിയില്ല. അത് മറ്റു മതക്കാരും കൂടി ഒന്ന് മനസ്സിലാക്കണം. കാരണം ഞങ്ങളുടെയൊക്കെ നടുക്ക് വീണിരിക്കുന്നത് 5-മതോ 6-മതോ ഒക്കെയാണ്. ഇസ്ലാം കഴിഞ്ഞാൽ തകർക്കാൻ ക്രിസ്തുമതമുണ്ട്, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബുദ്ധമതമുണ്ട്, ജൈനമതമുണ്ട്. അങ്ങനെ ഒരുപാട് നാട്ടിൽ ഒരുപാട് മതങ്ങൾ കഴിഞ്ഞിട്ട് ഹിന്ദുമതത്തിന്റെ മേലോട്ട് വരുള്ളൂ. പക്ഷെ അതുവരെ സന്തോഷിച്ച് നിൽക്കാനുള്ള അവസരമില്ല എന്ന തിരിച്ചറിവിൽ നിന്നാണ് മക്കളെ ഇവിടെ വന്നു നിൽക്കുന്നത്. അറിയോ? അതുകൊണ്ട് ഒരാളും ശ്രദ്ധിക്കാതെ പോകരുത്. നിങ്ങളൊക്കെ അങ്ങ് തകർന്നു കഴിയുമ്പോൾ പിന്നെ ഞങ്ങൾ മാത്രമാകുമ്പോൾ ഞങ്ങൾ സന്തോഷമായിട്ട് ഇവിടെ ജീവിച്ചോളാം, നിങ്ങളൊക്കെ ഒന്നും ഇല്ലാണ്ട് ആകുന്നതല്ലേ ഞങ്ങൾക്ക് സന്തോഷം എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്ക് കഴിയില്ല. ഒന്നിച്ച് നിന്ന് ഇതിനെ എതിർക്കണം. ഒന്നിച്ച് നിന്നാണ് മതം പ്രസക്തമാണെന്ന് ഞാനും നിങ്ങളും തെളിയിക്കേണ്ടത്. എന്റെ മതം പ്രസക്തമാണെന്ന് ഞാൻ എത്രത്തോളം തെളിയിക്കാൻ ഉദ്ദേശിക്കുന്നുവോ അത് നിങ്ങൾ പുലർത്തുന്ന കാണുമ്പോൾ നിങ്ങളെ പ്രോത്സാഹിപ്പിച്ച് നിങ്ങളെ കൂടെ നിന്ന് മതം പ്രസക്തമാണെന്ന് ഇത്തരം വേദികളിൽ വന്ന് പറയാൻ നിങ്ങളുടെ ഭാഷയും നിങ്ങളുടെ സംസ്കാരവും നിങ്ങളുടെ ആയത്തും ഖുറാനും ഹദീസും ഒക്കെ ഞാൻ പഠിച്ചേ പറ്റൂ. അതിനുവേണ്ടി പഠിച്ചതല്ല കേട്ടോ. 18 വയസ്സാകുമ്പോഴേക്കും 35 പ്രാവശ്യം ഖുറാനും 28 പ്രാവശ്യം ബൈബിളും വായിച്ച വ്യക്തിയാ. ഏതെങ്കിലും മതസൗഹാർദ്ദ വേദിയിൽ 4 ശ്ലോകവും 4 ആയത്തും വെച്ച് ഇനിയൊരു ജീവിതം അതുകൊണ്ട് ഉണ്ടാക്കാമെന്ന് ഉദ്ദേശിച്ചതുമല്ലെന്ന് നിങ്ങളോട് ഞാൻ നേരത്തെ പറഞ്ഞു. ഒരുപാട് പണികൾ അറിയാം, മറ്റു പണികൾ ചെയ്യുന്നുണ്ട്, വരുമാന മാർഗങ്ങൾ വേറെയുണ്ട്. ഒരു നേരത്തെ ഭക്ഷണത്തിന് ഇത്രയൊന്നും ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല. ഒപ്പമുള്ള കുട്ടികളെ എപ്പോ വേണമെങ്കിലും പിരിച്ചുവിട്ടാൽ പോകുന്ന സംവിധാനമേ ഉള്ളൂ.
മനസ്സിലാക്കണം, ഇത് പറയുന്നതിന്റെ ബുദ്ധിമുട്ടൊന്ന് മനസ്സിലാക്കണം. എന്തിനാ പറയുന്നത്? അതുകൊണ്ട് ഒരു സംവിധാനം ഇങ്ങനെ തകർന്ന കാണുമ്പോൾ അവരങ്ങ് തകരട്ടെ, നമ്മുടെ അടുത്തൊക്കെ വരുമ്പോൾ നമ്മൾ അപ്പം നോക്കാം എന്ന് പറഞ്ഞിരിക്കാനുള്ള സംവിധാനങ്ങൾ ഇവിടെ ഇല്ല, അല്ലെങ്കിൽ സമയങ്ങളില്ല. കാരണം എന്താണെന്നറിയോ? ഈ ശത്രുക്കൾ വിചാരിച്ചതിലും അവർ വിചാരിച്ചത് ഇങ്ങനെ ആദ്യം ഇസ്ലാമിനെ തകർക്കാം, പിന്നെ അത് കഴിഞ്ഞ് ക്രിസ്ത്യാനിയെ തകർക്കാം, പിന്നെ ഇങ്ങനെ വരാന്ന കരുതി. പക്ഷെ എന്തുകൊണ്ടോ എന്നറിയില്ല, അവർക്കൊക്കെ വലിയ അനുഗ്രഹം കിട്ടിയ ആൾക്കാർ അവരൊക്കെ. ഈ ഫേസ്ബുക്കും വാട്സപ്പും ഈ പറയുന്ന ആധുനിക സംവിധാനങ്ങളും ഒക്കെ കാണുമ്പോൾ പേടി അവരർത്ഥത്തിൽ. അതിന്റെ അർത്ഥം എൻ്റെ കയ്യിലും ഉസ്താദിന്റെ കയ്യിൽ ഇരിക്കുന്ന സാധനത്തിനെ കുറ്റം പറയാന്ന് വിചാരിക്കരുത്. അല്ലെങ്കിൽ അവൻ ആ സാധനം കയ്യിലുള്ളത് കൊണ്ടാണ് ഇത് ലൈവൊക്കെ വിടുന്നത്. അതിന്റെ ഉപകാരമുണ്ട്. പക്ഷേ ഇതൊന്നും അറിയാതെ ഇതിനൊരു വേറൊരു സൈഡുണ്ട്. ആ സൈഡിലൂടെ എന്തുണ്ടായി എന്നറിയോ? ഇങ്ങനെ വെർട്ടിക്കൽ ആൻഡ് ലീനിയർ, ഒരു വര വരച്ചാൽ ഇങ്ങനെ വെർട്ടിക്കൽ, ഈ രീതിയിൽ ഇതിനെ ഇങ്ങനെ ഇല്ലാണ്ടാക്കാം എന്ന് അവർക്ക് ലോട്ടറി അടിച്ചു. ഇന്നിപ്പോ തകർന്നുകൊണ്ടിരിക്കുന്ന എങ്ങനെയാണെന്നറിയോ? ഹൊറിസോണ്ടൽ ആൻഡ് സർക്കുലർ രീതിയിലാണ്. ഹിന്ദു മതവും ക്രിസ്തു മതവും എല്ലാവരും കൂടി ഒന്നിച്ച് നശിക്കുകയാണ്. അവരൊരിക്കലും അങ്ങനെ വിചാരിച്ചില്ല. ആദ്യം ഇസ്ലാമിനെ ഇല്ലാതെയാക്കാന്ന വിചാരിച്ചു. പക്ഷെ ഇസ്ലാമിനെ ഇല്ലാതെ വെക്കുന്നതോടൊപ്പം തന്നെ ആ കളികളിൽ ഞങ്ങളും നിങ്ങളും ക്രിസ്ത്യാനികളും ഒക്കെ കൂടി, സത്യം പറഞ്ഞ നിഷ്പക്ഷമായി പറയട്ടെ, ആരും എന്നോട് വിഷമിക്കരുത്. ക്രിസ്ത്യാനികളുടെ കാര്യമാണ് സത്യത്തിൽ അബദ്ധത്തിലായിരിക്കുന്നത്. ഇസ്ലാമിന് ഇനിയും പലയിടങ്ങളിലെങ്കിലും കുറച്ചെങ്കിലും ചില കാര്യങ്ങൾ നിലനിൽക്കുന്നുണ്ട്. പക്ഷെ ആത്മീയ സമ്പ്രദായങ്ങളുടെ ശോഷിപ്പ് ക്രിസ്ത്യൻ സംവിധാനങ്ങളിൽ ഏറ്റവും കൂടുതൽ വരുത്തി. അതിന്റെ ലക്ഷണമാണ് അമേരിക്കയിലും ലണ്ടനിലും അല്ലെങ്കിൽ അങ്ങനെയുള്ള രാജ്യങ്ങളിൽ മതം ഒരു കാലത്തുണ്ടായിരുന്ന മതമില്ലാത്ത അവസ്ഥയിലേക്ക് പോയത്. ഇതിപ്പം നമ്മൾ വിചാരിക്കുന്നത് ഞങ്ങൾ പോയി അവിടെ 4 പള്ളി വെച്ചിട്ടുണ്ട്, അതുകൊണ്ടൊന്നും ഇതേപോലെ അവർക്ക് തകർക്കാൻ അറിയാം. ഒരു 40 കൊല്ലം കൂടി കിട്ടിക്കഴിഞ്ഞാൽ ഇന്നുണ്ടായിരുന്ന ആളുകളെ മുഴുവൻ നാളെ ഇതൊന്നും വേണ്ട എന്ന് പറഞ്ഞ രീതിയിലേക്ക് ആക്കാൻ കഴിയും. നമ്മൾ സന്തോഷിക്കരുത്. ഇതൊന്നുമല്ല ഇതിനുള്ള പരിഹാര മാർഗങ്ങൾ. കൃത്യമായി മനസ്സിലാകുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അവർ വിചാരിച്ചത് ഇങ്ങനെയാണെങ്കിൽ നടക്കുന്നത് ഇങ്ങനെയാ. എല്ലാവരും ഒരുപോലെ, നമ്മുടെയൊക്കെ മതങ്ങളിലെ അപ്രസക്തി ഒരുപോലെ ചർച്ച ചെയ്യപ്പെടുക. ഹിന്ദു മതം ചെയ്യുന്ന കുറെ വീഡിയോസ് അങ്ങോട്ടിട്ട് കൊടുക്കുമ്പോൾ മറുപക്ഷത്തുനിന്ന് ഇസ്ലാം ചെയ്ത കുറെ വീഡിയോകൾ ഇങ്ങോട്ട്. അപ്പൊ ബരാബറായി, രണ്ടു കൂട്ടർക്കും സമാധാനമായി. ഇനിയൊന്നും പറയാനില്ല. ഇനി ഇതിൽ ആരാ ഗോള് കൂടെ അടിക്കുന്നതെന്ന് മാത്രം എണ്ണിക്കൊണ്ടിരുന്നാൽ മതി. ഈ കളിയിലേക്ക് ആരാ മക്കളെ നമ്മളെ ഇറക്കിയത്? ഇത്തരം കളികൾ ഇവിടെ നടക്കുന്നുണ്ടെന്ന് പറയാനെങ്കിലും ഈ വേദിയിൽ നമുക്ക് കഴിയണം. അതിനുള്ള വേദി ആയിരിക്കണം ഈ സൗഹൃദ സംഗമവും മാനവ സംഗമവും. നന്നായി മാനവ സംഗമം എന്ന് പറഞ്ഞ മതസംഗമം എന്ന് പറയാതിരുന്നത് നന്നായി. മാനവരൊന്നിച്ചിരുന്നു കൊണ്ട് നമുക്ക് സൗഹൃദം പങ്കുവെക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് എങ്ങനെ നമ്മൾ എത്തിപ്പെട്ടു? നേരത്തെ പറഞ്ഞതുപോലെ എമിഗ്രേഷൻ ക്ലിയറൻസിൽ മതങ്ങൾ നിൽക്കുക. ഞങ്ങളുടെ കയ്യിൽ തീവ്രവാദമില്ലേ? എൻ്റെ കാവി നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാവിയല്ലേ? എൻ്റെ താടി നിങ്ങൾ ഉദ്ദേശിക്കുന്ന താടിയല്ലേ? എൻ്റെ നിസ്കാരത്തിന് നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെയല്ലേ? എൻ്റെ ഈ തൊപ്പി നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെയല്ലേ? എൻ്റെ രുദ്രാക്ഷം, എൻ്റെ കയ്യിലെ കെട്ട്, ഇതൊന്നും നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെയല്ലേ എന്നിങ്ങനെ പറയിപ്പിച്ചുകൊണ്ടിരിക്കുക നമ്മളെ കൊണ്ട്. ആ ഒരു ഗതികേടിൽ നിന്ന് നമുക്ക് ഒന്നിച്ചു മുന്നേറണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതിനെന്താ ചെയ്യണ്ടേ? 150 1500 കൊല്ലം മുമ്പ് ഇവരൊക്കെ ചിട്ടയായി പ്രവർത്തിച്ചാലും തകർക്കാൻ പറ്റുന്നതല്ല ദീൻ, തകർക്കാൻ പറ്റുന്നതല്ല മതം, അതല്ല ധർമ്മം എന്ന് തെളിയിക്കേണ്ടത് ആരാ? ഞാനും നിങ്ങളും ചെയ്യുന്നതോ പുഞ്ചിരിക്കുന്ന സദക്കയാണെന്ന് പറഞ്ഞാൽ പോലും ഒന്ന് പുഞ്ചിരിക്കാൻ കഴിയാത്ത മുഖങ്ങളുമായി നമ്മളൊക്കെ മറന്നുപോയിരിക്കുകയാണ്. റസൂലുള്ളാഹിയുടെ ഏറ്റവും വലിയ സോഷ്യൽ എഞ്ചിനീയറിംഗ് ഞാൻ കാണുന്നത്, നിങ്ങളുടെ വിഭാഗം എങ്ങനെ ഏറ്റെടുക്കുന്നു എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അദ്ദേഹം ആദ്യം പഠിപ്പിച്ചത് പുഞ്ചിരിക്കാനാ. ആരാരെ കാണുമ്പോൾ ഒന്ന് പുഞ്ചിരിക്കുക, പുഞ്ചിരിയോടുകൂടി നിർത്തരുത്, സലാം പറയണം എന്ന് പറഞ്ഞു. സമാധാനം, എന്റെ ഭാഗത്തു നിന്ന് നിനക്ക് സമാധാനം ഉണ്ടാവൂ. സലാം എന്ന വാക്കിന്റെ പച്ചയായ അറബി അർത്ഥം സമാധാനം എന്നാണ്. ഈ വാക്ക് അറബിയിൽ മാത്രമൊന്നുമല്ല, ഹീബ്രു ഭാഷയിൽ ഷാലോം. അപ്പൊ ഒരാളെ കാണുമ്പോൾ സമാധാനം പറഞ്ഞതിന്റെ അർത്ഥം എന്താ? കയ്യിൽ നിന്ന് എനിക്കൊരു ബുദ്ധിമുട്ടും ഉണ്ടാവുകയില്ല എന്ന
ഒരു സമാധാനമാണ് എനിക്ക് കിട്ടുന്നത്. അതിന് ആത്മീയമായ കുറെ അർത്ഥങ്ങളുണ്ട്. അള്ളാഹുവിന്റെ സമാധാനം, പരമമായ ശാന്തി, അല്ലെങ്കിൽ നിനക്ക് ഉണ്ടാകട്ടെ, അത് ലഭിച്ചവനായതുകൊണ്ട് ഞാൻ നിന്നെ സമാധാനം ആശംസിക്കുന്നൊക്കെ നിങ്ങളതിന്റെ മതപരമായ രീതിയിലേക്ക് കൊണ്ടുപോയിക്കോളൂ. പക്ഷെ പച്ചയായ ഒരു മനുഷ്യൻ ഇത് പറയുമ്പോൾ എന്താ ഉദ്ദേശിച്ചിട്ടുണ്ടാകുക? നിങ്ങൾ സമാധാനത്തിലാവണം, ആരെ കണ്ടാലും സമാധാനം പറഞ്ഞോളണം, പുഞ്ചിരിക്കണം, ആദ്യം ചിരിച്ചുകൊണ്ട്. ഇതിനെക്കുറിച്ചൊക്കെ പറഞ്ഞ് പഠിച്ചത് ഞാനൊക്കെ പഠിച്ചത്, ഞാനൊക്കെ വായിച്ചത് ഇങ്ങനെയാ: ഒരു മറയുടെ അപ്പുറത്തോട്ട് പോയി തിരിച്ചു വന്നാൽ വീണ്ടും സലാം പറയണം. 10 പ്രാവശ്യം പോയി 10 പ്രാവശ്യം വന്നു കഴിഞ്ഞാൽ അറബികൾ ഇപ്പോഴും അത് പറയുന്നുണ്ട്. നമ്മൾ രാവിലെ ഉസ്താദിനെ കണ്ട് സലാം പറഞ്ഞാ ഇനിയിപ്പോ വൈകുന്നേരം അല്ലെങ്കിൽ നാളെ പറഞ്ഞാൽ മതി. ഇത്രയും നേരം അവിടെ ഇവിടെയൊക്കെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കാണുന്നതല്ല. അത്രത്തോളം എന്താ പറയാ, റസൂലുള്ളാഹി എത്ര സൂക്ഷ്മതയോട് കൂടിയാ ദീനിനെ ഉണ്ടാക്കിയെടുത്തത്. വളരെ സൂക്ഷ്മത പാലിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എന്റെ സമുദായത്തിൽപ്പെട്ടവർ തമ്മിൽ കാണുമ്പോൾ ചിരിക്കുക മാത്രമല്ല, സമാധാനം പറയണം. അതോടുകൂടി മതിയോ? ആശ്ലേഷിക്കണം, കൈ കൊടുക്കണം. ഉച്ചനീചത്വങ്ങൾ ഇല്ലാത്ത, തൊട്ടുകൂടാത്തവരും തീണ്ടിക്കൂടാത്തവരുമുള്ള കാലഘട്ടം അന്നും അവിടെയും ഉണ്ടായിരുന്നു, അതിനു മുമ്പും അവിടെയും ഉണ്ടായിരുന്നു. അതൊന്നുമില്ലാത്ത രീതിയിൽ നീ നെഞ്ചോട് ചേർക്കണം, കൈ പിടിക്കണം, ഹസ്തദാനം ചെയ്യണം. ഇന്ന് കൈ കൊടുത്താൽ പോലും കൈ കൊടയുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട് എൻ്റെ ജീവിതത്തിൽ. നമ്മളൊക്കെ കൈ പിടിച്ചത് കൊണ്ടൊക്കെ എന്തോ നഷ്ടപ്പെട്ടു പോയി എന്ന രീതിയിൽ കൈ കഴുകുമെന്ന് പറഞ്ഞവരെ എനിക്കറിയാം. ആരാ സന്തോഷിക്കുക ഇത് കാണുമ്പോൾ? നമ്മുടെ ശത്രുക്കൾ സന്തോഷിക്കും. കണ്ടോ, അവൻ്റെയൊക്കെ മതം ഇത്രയേ ഉള്ളൂ. പ്രവാചകന്മാർ പറഞ്ഞതൊരു വഴിക്ക് അനുഷ്ഠിക്കുന്നത് വേറൊരു രീതിയിലേക്ക്. നമ്മളൊന്ന് കൂടെ ഇരിക്കണമെന്ന് തോന്നുന്നുണ്ടോ? സമയം പോരാ. ഇതൊക്കെ പറഞ്ഞു തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് സമയം പോരാ. ഇനി ഒരു അരമണിക്കൂറും കൂടിയാണ് എനിക്ക് പറഞ്ഞിട്ടുള്ളത്. ഒരു പക്ഷെ അത്രയും ഞാൻ പോവില്ല. എനിക്കിതിന്റെ പരിഹാരമാണ് നിങ്ങളോട് പറയാനുള്ളത്. മതത്തെ അപ്രസക്തമാക്കണമെന്ന് വിചാരിക്കുന്നവരുടെ മുമ്പിൽ മതത്തെ പ്രസക്തമാക്കേണ്ടുന്ന തൊഴിൽ നമ്മൾ, അല്ലെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം നമ്മൾ ഏറ്റെടുക്കണം. ഇപ്പൊ ശബരിമല വിഷയം വന്നതിനെ കുറിച്ചൊന്നും പറയാൻ പാടില്ല എന്നുള്ളതാണ്. എന്നാലും പറയാ, ഇപ്പോഴും വിശ്വാസി സമൂഹവും ആചാര്യ സമൂഹം അടക്കമുള്ളവർ ഈ കഴിഞ്ഞു പോയതിനെ കുറിച്ച് എത്ര വിഷമത്തോട് കൂടിയിട്ടാണെന്നറിയോ? ഇനിയൊരു കോടതി വിധി അതിന് അനുകൂലമായി ഉണ്ടായി, കേറിയത് തെറ്റാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കേറിയതിന് ഞാൻ ഉത്തരവാദിത്തം പറയും, അല്ലേ? ഈ കേറിയതിനും കയറ്റിച്ചതിനും ഞാൻ ഉത്തരം പറയും. തീർത്താ തീരുമോ വിശ്വാസികളുടെയും ആചാര്യന്മാരുടെയും ഉള്ളിലെ വിഷമങ്ങൾ? കൊണ്ടെത്തിച്ചില്ല ഈ ഒരു രീതിയിലേക്ക്. അതുകൊണ്ട് ഒരു ശബരിമലയിൽ സ്ത്രീ കയറണം എന്ന വിധിയല്ല ഇതിലൂടെ വരാൻ പോകുന്നു. ഒന്നില്ലെങ്കിൽ ഇത് ഒരു അവസാനമാകണം. മതവിഷയങ്ങളിൽ ഇത്തരം സെക്യുലർ കോടതികൾ ഇടപെടുന്നത് നിർത്തണം എന്നത് ശക്തമായി വാദിക്കപ്പെടണം. അതിനെല്ലാവരും ഒന്നിക്കണം. ഇല്ലെങ്കിൽ നാളെ എന്ത് ചെയ്യും? സുന്നി വിഭാഗത്തിലെ മുമ്പിൽ തന്നെ ഫസ്റ്റ് സോഫിൽ പെണ്ണുങ്ങളെ കയറ്റിക്കൊള്ളണം എന്ന് കോടതി വിധി വന്നാൽ എന്ത് ചെയ്യും? അല്ല, കയറ്റുന്ന വിഭാഗങ്ങളുണ്ട്, അത് അവർ തീരുമാനിച്ച് കയറ്റിയതാണ്. അതിലെനിക്ക് അഭിപ്രായ വ്യത്യാസമില്ല. മുജാഹിദ് വിഭാഗവും അല്ലെങ്കിൽ ഖാദിയാനി വിഭാഗവും ജമാഅത്ത് വിഭാഗവും ഒക്കെ അവരുടേതായ രീതിയിൽ സൗകര്യം ചെയ്തു കൊടുത്ത് കയറ്റുന്നുണ്ട്. അത് അവരാണ് തീരുമാനിച്ചത്. അതിൽ നന്മയുണ്ട്, അത് അവർക്കാണ് അവർ അറിയത്തുള്ളൂ. അതേപോലെ തന്നെ തീരുമാനിക്കാനുള്ള അവകാശം സുന്നി വിഭാഗത്തിനുണ്ട്, കയറണമോ കയറ്റണ്ടയോ. പക്ഷെ അത് മാത്രം നാളെ കോടതിയിലൂടെ തീരുമാനിക്കപ്പെട്ടാൽ എത്ര ബുദ്ധിമുട്ടും നമ്മൾ. അത് മാത്രം മറ്റുള്ളവരെ മാതൃക സ്വീകരിച്ച് ഇവിടെ മുജാഹിദ് കയറ്റുന്നില്ലേ, ഖാദിയാനികൾ അല്ല അഹമ്മദിയ ജമാഅത്ത് കയറ്റുന്നില്ലേ, അല്ലെങ്കിൽ ജമാഅത്തുകാർ കയറ്റുന്നില്ലേ, ജമാഅത്തെ ഇസ്ലാമി കയറ്റുന്നില്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതുകൊണ്ട് സുന്നികൾ എന്ത് ചെയ്താലും കയറ്റണമെന്നൊരു വിധി വന്നു കഴിഞ്ഞാൽ അങ്ങനെയൊക്കെ കൊടുക്കാനുള്ള വിധികൾ, അങ്ങനെയുള്ള കേസുകളൊക്കെ ഇവിടെ തയ്യാറായിട്ടുണ്ടെന്ന് എത്ര പേർക്കറിയാം? നമ്മളൊന്നും അറിഞ്ഞിട്ടില്ല. ഖുർആൻ നിരോധിക്കണമെന്ന് പറഞ്ഞ കേസ് ഓൾറെഡി കൽക്കട്ടയിൽ എത്രയോ കാലം മുമ്പ് കൽക്കട്ട ഹൈക്കോടതിയിൽ കൊടുത്തിട്ടുണ്ട്. 149 സ്ഥലങ്ങളിൽ വർഗീയവാദം പുലർത്തുന്ന ഈ ഒരു ഗ്രന്ഥം ഇന്ത്യ മഹാരാജ്യത്ത് ഒരൊറ്റ പ്രതി പോലും ഇല്ലാതെ നിരോധിക്കണം എന്ന് പറഞ്ഞ ഗ്രന്ഥം, എന്ന് പറഞ്ഞ കേസ് കൽക്കട്ട ഖുർആൻ കേസ്. ഞങ്ങളൊക്കെ ലോ കോളേജിൽ പഠിച്ചപ്പോൾ പഠിച്ചിട്ടുണ്ടത്. പക്ഷെ അന്ന് കോടതി പറഞ്ഞു ഇതെടുക്കാനുള്ള ധൈര്യം ഞങ്ങൾക്കില്ല, ഇതെടുക്കാൻ കഴിയുന്നൊരു കാലത്ത് നമുക്ക് നോക്കാം. ഇന്ന് തോന്നുന്നുണ്ടോ സുപ്രീം കോടതിയിൽ ഇങ്ങനെ ഒരു കേസ് പോയാൽ എടുക്കുമെന്നാണോ നിങ്ങൾക്ക് തോന്നുന്നത്? എടുക്കൂല എന്നാണോ തോന്നുന്നത്? ഇപ്പോഴും 100% എടുക്കും.
പക്ഷേ ഇന്ന് വരെയും സങ്കടമെന്ന് പറയട്ടെ, ആ കേസിനെ പ്രതിരോധിക്കാൻ ഇവിടെ ഒരൊറ്റ മുസ്ലിം സംഘടനയും ഇനിയും ആ കേസ് എന്താണെന്ന് പോലും പഠിച്ചിട്ടില്ല. അൽഹംദുലില്ലാ, എന്റെ ഭാഗത്തുനിന്ന് ഞാൻ പോകും. എന്തിനാണെന്നറിയോ? ഈ 149 ആയത്തുകളും കാണാപ്പാടാണ് എനിക്ക്. ഈ 149 ആയത്തുകളിലൂടെ ഞാൻ തെളിയിക്കും ഇത് ബഹുസ്വര രാജ്യമായ ഇന്ത്യയിൽ അനിവാര്യമാണെന്ന്. ഞാൻ തയ്യാറാണ്. അതുകൊണ്ട് ആരെങ്കിലും അത്തരം ഒരു സാഹചര്യം വന്നാൽ ആദ്യം കക്ഷി ചേർക്കേണ്ടത് തന്നെയാണെന്ന് അറിയിച്ചുകൊള്ളൂ. ഇതൊരു വസിയത്താണ്. കാരണം ഞാൻ തയ്യാറായതിനെ പ്രതിരോധിക്കാൻ. കാരണം അതിൻ്റെ ഒന്നും അർത്ഥങ്ങൾ അങ്ങനെയല്ല. ഞാൻ കണ്ട ഖുർആനിൽ 35 പ്രാവശ്യം വായിച്ചപ്പോൾ എന്നോട് ഒരാൾ ചോദിച്ചു, ഈ വാചകങ്ങളൊന്നും കണ്ടില്ല? ഞാൻ പറഞ്ഞു, ഇതും കണ്ടതിൽ അപ്പുറം കണ്ടിട്ടുണ്ടെന്ന്. എന്നിട്ട് എന്താ? അതിൻ്റെ ഒന്നും അർത്ഥങ്ങൾ അങ്ങനെയല്ല എന്ന് പറഞ്ഞു കൊടുക്കാൻ നമ്മളിതൊന്നും ആ രീതിയിലല്ല കൈകാര്യം ചെയ്തിട്ടുള്ളൂ. ഇങ്ങനെ ഓരോ മതങ്ങൾക്കുമുള്ള, നാളെ ഒന്ന് ആലോചിച്ച് നോക്കുക, കത്തോലിക്ക വിഭാഗത്തിൽ സ്ത്രീകളെ അച്ഛൻ എന്നുള്ളതിന്റെ അച്ചി തന്നെയല്ലേ പറയുന്നത് അല്ലേ? ഇന്നിപ്പോ നമ്മള് ബഹുമാനപ്പെട്ട അച്ഛൻ എന്നൊക്കെ പറയും, റവറന്റ് ഫാദർ. അപ്പൊ ഇവര് അച്ഛന്മാരായി കഴിഞ്ഞാൽ മലയാളത്തിലാണോ ഇംഗ്ലീഷിൽ അപ്പൊ ഇവരെന്ത് പറയും? റവറന്റ് ഫാദറി എന്ന് പറയാൻ പറ്റുമോ? മദർ എന്ന് പറയാൻ പറ്റില്ല, കാരണം മദർ അല്ലല്ലോ. എനിക്ക് അറിഞ്ഞൂടാ ഇത് ഇങ്ങനെ കുഴപ്പിക്കേണ്ട കാര്യം എന്താ. ഇത് അതാത് വിഭാഗങ്ങൾ തീരുമാനിക്കട്ടെ. ഇപ്പൊ CSI വിഭാഗം തീരുമാനിച്ചു. നമ്മുടെ ഇടയിലൊക്കെ CSI എന്ന് പറഞ്ഞ ചർച്ച് ഓഫ് സൗത്ത് ഇന്ത്യ എന്ന് പറഞ്ഞ ആംഗ്ലിക്കൻ ചർച്ചിന്റെ അവര് പോയപ്പോ ഇവിടെ പിന്നെ CSI ആയി മാറി. അവരുടെ ഇടയിൽ അച്ഛന്മാരുണ്ട്, കൊച്ചമ്മമാരുണ്ട്, ലോഹയൊക്കെ ഇട്ട് ഇടക്കെട്ടൊക്കെ കെട്ടിയ ബിഷപ്പുമാരുണ്ട്. അത് അവരുടെ പ്രശ്നം. അവര് തീരുമാനിച്ച അതിൽ നമുക്കൊന്നും പറയാനില്ല. ഉണ്ടോ? മുജാഹിദുകൾ പള്ളിയിൽ കയറ്റുന്നതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പക്ഷെ ഞങ്ങളെ വിഭാഗത്തിൽ അത് വേണ്ട എന്ന് പറയാനുള്ള സ്വാതന്ത്ര്യം നമുക്കില്ലേ? അല്ലെങ്കിൽ കത്തോലിക്ക വിഭാഗത്തിൽ അങ്ങനെ പൗരോഹിത്യം സ്ത്രീകൾക്ക് കൊടുക്കൂല എന്ന് പറയാൻ ഈ രാജ്യത്ത് കഴിയൂലേ? നിങ്ങളൊക്കെ വിചാരിക്കുന്നതും ചർച്ച ചെയ്യുന്നതിനും അപ്പുറത്താണ് ഇതിന്റെയൊക്കെ വ്യാപ്തി എന്നെങ്കിലും നിങ്ങളൊന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് ഈ 1.5 മണിക്കൂറൊന്നും പോരാ. പിന്നെന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്കൊക്കെ ക്ഷീണവും കുഴക്കമൊക്കെ കാണും. ഇനി ഇത് കഴിഞ്ഞിട്ടൊരു ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ തങ്ങളവറുകളുടെ ഒക്കെ ഒരു പരിപാടി കൂടിയുണ്ട്. ഏതായാലും പറഞ്ഞൊന്ന് തീർക്കാൻ ശ്രമിക്കുകയാണ്. നമ്മളുടെ മുമ്പിലിരിക്കുന്ന ഒരുപാട് കാര്യങ്ങളെ കുറിച്ചൊന്നും അല്ല നമുക്കിതിനെക്കുറിച്ച് ഒന്നും അറിയില്ല. 150 കൊല്ലമായി കൃത്യമായി ശാസ്ത്ര സാങ്കേതിക മനഃശാസ്ത്ര രംഗത്ത്, മതരംഗത്ത് ചിട്ടയോട് കൂടി നമ്മുടെ ശത്രുക്കൾ മതങ്ങളെ ഇല്ലാതെയാക്കുക എന്ന അജണ്ടയോട് കൂടി എല്ലാത്തിനെയും ആട്ടിക്കയറ്റി ക്ലിയറൻസിന് നിർത്തിയിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിലെങ്കിലും എന്ത് പ്രതിരോധം എന്നെങ്കിലും നമ്മളൊന്ന് ചിന്തിച്ചു തുടങ്ങണം. ഇങ്ങനെയൊക്കെ ഉണ്ടെന്ന് ഞാൻ വന്ന് പറയുമ്പോഴെങ്കിലും അല്ലേ നിങ്ങൾ സത്യം പറ, നെഞ്ചു തൊട്ട് പറ, ഇങ്ങനെയൊക്കെ ഉണ്ട് എന്നത് ഇതിന്റെ മുമ്പ് ആരെങ്കിലും ഏതെങ്കിലും പ്രസംഗവേദിയിൽ കേരളത്തിലെ ഏതെങ്കിലും മതത്തിൽപ്പെട്ട ഒരു ആചാര്യൻ പറഞ്ഞിട്ടുണ്ടോ? ഇതെന്റെ ഒരു വെല്ലുവിളിയാണ്. ഇത് പൊതുസമൂഹം കാണുന്ന ലൈവ് പോകുന്നൊരു കാര്യമാണ്. ഒരു മതത്തിലും പെട്ട, ഒരു വിഭാഗത്തിലും പെട്ട ആളുകൾ ഇത്തരം രീതിയിൽ നമ്മൾ ബുദ്ധിമുട്ടിലേക്കാണ് ദിവസവും ചെല്ലുന്നത്. എന്റെയും നിങ്ങളും ഒന്നിച്ച് കപ്പലിൽ കയറ്റി മുക്കിക്കൊല്ലാനുള്ള പരിപാടിയാന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിട്ടില്ല. എല്ലാവർക്കും അവരുടെ വിഭാഗം, അവരുടെ കാര്യങ്ങൾ, ഇതിങ്ങനെ പോകുന്നതിനനുസരിച്ച് ആണെന്ന് ആലോചിച്ച് നോക്കും. അതുകൊണ്ടാണ് വ്യത്യസ്തമായ രീതിയിൽ നമ്മൾ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് ഈ കൂട്ടത്തിൽ ഒന്നും നമ്മളെ പെടുത്തരുത്. എനിക്കെല്ലാവരും ഇവിടെ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നു. ആർജിത ഹിന്ദു സമാജത്തിന്റെ എന്തോ എഴുതിയിരിക്കുന്ന നമ്മുടെ ഒന്നും എഴുതിയിട്ടില്ല. ആർജിത ഹിന്ദു സമാജത്തിന്റെ പരമാചാര്യൻ എന്ന നിലയ്ക്ക് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഇവിടെ ഇങ്ങനെ വിഭാഗീയത സൃഷ്ടിക്കുന്ന ഒരു വിഭാഗത്തിന്റെ പ്രതിനിധിയല്ല ഞാൻ. അല്ലെങ്കിൽ മറ്റു സമുദായങ്ങളുടെ വേദിയിൽ എന്നെപ്പോലുള്ള ആളുകൾ പങ്കെടുക്കുമ്പോൾ വിഷമം തോന്നുകയും ദേഷ്യം തോന്നുകയും ചെയ്യുന്നവരുടെ പ്രതിനിധിയല്ല ഞാൻ. ഇത് കാണുമ്പോൾ സന്തോഷിക്കുന്നവരുടെ പ്രതിനിധിയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ഒന്നിച്ച് താമസിക്കുകയും ഒന്നിച്ചൊരിടത്ത് വന്ന് ഇവിടുത്തെ പ്രശ്നങ്ങൾ പഠിക്കുകയും എൻ്റെ ദീനിന്റെ പ്രശ്നവും നിങ്ങളുടെ ധർമ്മത്തിന്റെ പ്രശ്നവും അല്ലെങ്കിൽ നിങ്ങളുടെ ദീനിന്റെയും എൻ്റെ ധർമ്മത്തിന്റെയും പ്രശ്നവും ഏറെക്കുറെ ഒന്നാണെന്ന് മനസ്സിലാക്കി അതിനൊരു പരിഹാരമാർഗം തേടണമെന്ന് ആഗ്രഹിക്കുന്നവരുടെ കൂട്ടത്തിൽ ഇരിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്, ഏത് വിഭാഗത്തു നിന്നുള്ളവരാണെങ്കിലും. കാരണം ഒരൊറ്റ തലമുറ കൂടി കഴിഞ്ഞാൽ ഇവിടെ ഹിന്ദു മതവും ഉണ്ടാവില്ല, ക്രിസ്തു മതവും ഉണ്ടാവില്ല, ഇസ്ലാം മതവും ഉണ്ടാവില്ല. അതിന്റെ തെളിവ് ഞാൻ പറഞ്ഞു തന്നു. 18-നും 40-നും ഇടയിലുള്ള കുട്ടികളുടെ എണ്ണത്തിലെ കുറവ് അല്ലേ?
ഇല്ലെങ്കിൽ ഇതിലൊക്കെ ഇങ്ങനെ നിറഞ്ഞിങ്ങനെ കുട്ടികൾ മുമ്പിൽ വന്നിരിക്കുക. ഇന്നിപ്പോ ഇവിടെ ഒരു ക്ലബിന്റെ ഉദ്ഘാടനം വെക്കുക. ഇവിടെ ഒരു നല്ല എന്താ പറയാ ഒരു എന്തോ ഒരു ടോമി ഉണ്ടല്ലോ, ക്രിമി ടോമി, റിമി പുള്ളിയുടെ ഒരു നല്ല അനുഗ്രഹീത കലാകാരിയൊക്കെ കേട്ടോ. എനിക്ക് ഒരു വിഷമമല്ലേ. പക്ഷെ ഈ പരിപാടിക്ക് പോയാൽ അതായിരുന്നു എന്നെങ്കിലോ ഇവിടെ ഒരു ഒറ്റ വയസ്സന്മാരെയും കാണുവാൻ ഇല്ല. നിങ്ങളൊക്കെ വിളിച്ചാലും വരുമോ? ഇല്ല. പക്ഷെ മുമ്പിൽ നിന്നുകൊണ്ട് ഈ ചാടാൻ ആരുണ്ടാകുമായിരുന്നു? അതിന് 4 മൈക്കൽ ജാക്സന്റെ പാട്ടൊക്കെ ആയിട്ട് നിങ്ങളും വരൂലേ? എവിടെ അതിന്റെ ആൾക്കാർ അല്ലേ? അതിന് പറ്റുന്ന തപ്പാങ്കുത്തൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ അങ്ങനെയൊക്കെ നടത്തിയാൽ കുറെ പൈസ പിരിഞ്ഞു കിട്ടും. പള്ളിപ്പണിയൊക്കെ വേഗം തീർക്കാം. പള്ളിപ്പണി തീർന്നിട്ടില്ല എന്നാണോ എന്നോട് പറഞ്ഞത്? ഇനിയും തീരാനുണ്ട്. അപ്പൊ പിന്നെ ഞങ്ങളെപ്പോലത്തവരൊന്നും വിളിച്ച് പരിപാടി ഒന്നും നടത്തുന്നതിന് വരെ നല്ല റിമി ടോമിയൊക്കെ വിളിക്കുന്നതാണ് നല്ലത്. പൊന്നു സഹോദരി, അവർ മോശമാണെന്നല്ലോ പറഞ്ഞു, അങ്ങനെയൊന്നും വ്യാഖ്യാനിക്കല്ലേ. അത് മറ്റൊരു പരിപാടിയാണ്. അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്റ്റേജ് ഷോകളൊക്കെ നടത്തി കഴിഞ്ഞാൽ എത്ര ദൂരത്തുനിന്ന് പിള്ളേർ അറിഞ്ഞു വരും അല്ലേ? ഇതിപ്പോ ഈ മഹലുമായി ബന്ധപ്പെട്ട് ഈ ഒരു ഏരിയയുമായി ബന്ധപ്പെട്ട മറ്റത് അരിപ്പാടുന്ന് വരും, കരുനാഗപ്പള്ളിയിൽ നിന്നും കാഞ്ഞിരപ്പള്ളിയിൽ നിന്നൊക്കെ വരട്ടെ. ഈ രീതിയിലേക്ക് നമ്മളെ കുഞ്ഞുമക്കളെ ഈ ഒരു രീതിയിലേക്ക് ചിന്തിപ്പിക്കുന്ന രീതിയിൽ ആക്കി ഒരുത്തം മാത്രം, കുറച്ച് പേര് 2-3 പേര് മാത്രം അവിടെ ചെറുപ്പക്കാരൊക്കെ ഇരിക്കുന്നു. നിങ്ങൾക്കൊക്കെ എന്ത് പറ്റിയടാ? മലയാളി തന്നെയല്ലേ? അതോ ചില ബംഗാളി പിള്ളേരുണ്ട് നല്ല മിടുക്കതിന്, അവർക്ക് പിന്നെ മലയാളം എന്ന് പറയും. മലയാളികൾ തന്നെയാ. അല്ല, ഇന്നാളെ ഒരു വർഷം ഇതേപോലെ കുറെ ചെറുപ്പക്കാരെ കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു, മക്കളെ പേരെന്താ? ഒന്നും മിണ്ടുന്നു. അവസാനം പറഞ്ഞു ദീനുൽ ഇസ്ലാം. ഞാൻ ചോദിച്ചു അതെന്തുവാ? മേരാ നാം ഹേ എന്ന് പറഞ്ഞു. ഓ അത് ശരി. അപ്പൊ ഇരുന്ന് തലകുലുക്കി കേട്ടത് മുഴുവൻ ബംഗാളികളായിരുന്നു. നിങ്ങൾ ബംഗാളികളൊന്നും അല്ലല്ലോ? 3 മലയാളികളാ. ഇപ്പൊ കണ്ടാലും മനസ്സിലാവും. പറഞ്ഞുകൊണ്ട് വരുന്ന ഇതൊന്ന് അവസാനിപ്പിക്കേണ്ടതുണ്ട്. നമുക്ക് അടുത്ത പരിപാടിയിലേക്ക് പോകേണ്ടതുണ്ട്. മതം അപ്രസക്തമാക്കാൻ വേണ്ടി എല്ലാ അർത്ഥത്തിലും ശാസ്ത്രത്തെയും എല്ലാ വിവര സാങ്കേതിക വിദ്യകളെയും ഉപയോഗിച്ചുകൊണ്ട് എൻ്റെ മതം ശരിയല്ല എന്ന് എന്നെ കൊണ്ട് തന്നെ പറയിപ്പിക്കും. നിങ്ങളുടെ മതം ശരിയല്ല എന്ന് നിങ്ങളുടെ വാക്കുകൾ കടമെടുത്ത് തന്നെ പ്രചരിപ്പിക്കുക. ഇന്ന മൗലവി ഇന്നവരോട് ഇന്ന മറുപടി പറഞ്ഞിട്ടുണ്ടെന്ന് പറയുന്നത് ഇതിലൊന്നും പെടാത്തവരാ. അല്ലെങ്കിൽ ഇന്ന സ്വാമിക്ക് മറുപടി കൊടുത്തു എന്ന് പൊക്കിക്കൊണ്ട് വരുന്നത്. അല്ലെങ്കിൽ പഴയ ചില സ്വാമിമാർ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ചില ആളുകൾ നവോത്ഥാനത്തിന്റെ പേരിലും ഒക്കെ ഒരർത്ഥത്തിൽ ഒരുപാട് ദോഷങ്ങൾ ഞങ്ങളുടെ തുറന്ന് പറയാതിരിക്കാൻ പറ്റില്ല. നവോത്ഥാനത്തിന്റെ പേരും പറഞ്ഞ് ഒരുപാട് ആളുകൾ ഇവിടെ പലതിനെയും തകർക്കും. അവർക്കൊരു പക്ഷേ എനിക്ക് അറിഞ്ഞുകൂടത് എന്താ സംഭവിച്ചത്. പക്ഷെ മൊത്തത്തിൽ അവരുടെ ജീവിതവും അവരുടെ കാലഘട്ടം, അതുകൊണ്ട് തന്നെ പലരും ഇന്ന് ആ കാലഘട്ടത്തിലൊന്നും ഇല്ല, അല്ലെങ്കിൽ അതൊന്നും തുടരുന്ന കുട്ടികളുമില്ല എന്നുള്ളതൊരു ആശ്വാസമാണ്. പക്ഷെ അവരുണ്ടാക്കിയ ആ കേടുപാടുകൾ, പുതിയ ആശയത്തിന്റെ പേരിൽ മറ്റും ഉണ്ടാക്കിയ ഒരുപാട് കേടുപാടുകൾ തീർക്കണമെങ്കിൽ ഇനി എത്ര ഈമാനുള്ളവർ വരണമെന്നാണ് ഞാനൊക്കെ ഇങ്ങനെ ആലോചിക്കുന്നത്. എത്ര സൂക്ഷ്മതയോടുകൂടി അവനവന്റെ മാർഗം പ്രസക്തമാക്കുന്നവർ വരണം. അതുകൊണ്ട് ഒരൊറ്റ കാര്യം പറയാനുള്ളൂ, മതം അപ്രസക്തമാകണമോ മതം പ്രസക്തമാകണമോ എന്ന് ഇന്ന് തീരുമാനിച്ചിട്ട് ഇവിടുന്ന് പോകണം. നാളത്തേക്കൊന്നും വെക്കരുത്. ഞാൻ വിശ്വസിക്കുന്നു, ഞാനും നിങ്ങളും ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ ആഗ്രഹിക്കേണ്ടത് എൻ്റെ മതമെങ്കിലും അല്ല, അത് നിങ്ങൾക്ക് നിങ്ങളെ മതമല്ലേ അറിയുള്ളൂ. നിങ്ങളുടെ മതം കൃത്യമായി അത് നല്ലതാണെന്ന് ലോകത്തിന്റെ മുമ്പിൽ തെളിയിക്കേണ്ടത്. ഒരു ഉദാഹരണം ഞാൻ നേരത്തെ പറഞ്ഞ അതേ റസൂലുള്ളാഹിയുടെ വിഷയത്തിലേക്ക് വരാം. നീ പട്ടിണി കിടക്കുന്ന നിന്റെ അയൽവക്കത്തുണ്ടെങ്കിൽ നീ മതം പ്രസക്തമാക്കിയവനല്ല, നീ എന്നിൽപ്പെട്ടവനെ അല്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ഇന്ന് കേരളത്തിലെ മുസ്ലിം സമുദായം മാത്രം വിചാരിച്ചു കഴിഞ്ഞാൽ, ഇന്നുള്ള ജനസംഖ്യയിൽപ്പെട്ടവർ മാത്രം വിചാരിച്ചു കഴിഞ്ഞാൽ 160 അയൽക്കാരനാ പറഞ്ഞിരിക്കുന്നത് അല്ലേ? അയൽക്കാരൻ ആരാന്ന് റസൂലുള്ളാഹി ചോദിച്ചപ്പോൾ മറ്റൊരു ഹദീസിൽ പറയുന്നുണ്ട്, നിന്റെ മുന്നോട്ട് നോക്കുമ്പോൾ 140 പേര്, ഈ സൈഡിലേക്ക് 40 പേര്, ഇങ്ങനെ 4 ചുറ്റും 40 പേര്. അപ്പൊ ഒരു മുസ്ലിമിനെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തം എത്രയാ? 160 കുടുംബങ്ങൾ. അതിൽ അമുസ്ലിം എന്ന് നോക്കാൻ പറഞ്ഞിട്ടുണ്ടോ? മുസ്ലിം എന്ന് നോക്കാൻ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ജാതി മത വർഗ ലിംഗ വ്യത്യാസമന്യേ നിന്റെ അയൽവക്കത്ത് താമസിക്കുന്ന 160 കുടുംബങ്ങൾക്ക് നീ നന്മ ചെയ്യണമെന്ന് ഓരോ മുസ്ലിമിനെയും പറഞ്ഞ് ഏൽപ്പിച്ചിരിക്കുക.
ഇതൊന്ന് കൃത്യമായി പുലർത്തിയിരുന്നെങ്കിൽ ചിലര് പറയും 150 ഇല്ല, 160 ഇല്ല സ്വാമി, ഇല്ല, പിന്നെ എത്രയാ, 40 ഉള്ളൂ. സമാധാനം, 40 ഒരു മുസ്ലിം 40 ഏറ്റെടുത്താൽ 40 വരെയൊക്കെ ഉണ്ടെന്ന് എല്ലാവരും സമ്മതിച്ചിട്ടുണ്ട്. 160 ഇച്ചിരി കൂടി എന്ന് പറയാം. 40 ഉണ്ടെന്ന് എല്ലാവരും സർവ്വസമ്മതമല്ലേ? എല്ലാ ഹദീസും കൂട്ടി ക്രോഡീകരിച്ച് നോക്കുമ്പോൾ നമുക്കൊരു 40 എത്തിക്കൂടും. ഞാൻ പറയുന്നു, നിങ്ങൾ 40 വേണ്ട, 4 കുടുംബങ്ങളെ ഏറ്റെടുത്താൽ ഒരു 0 വിലയില്ല. അതുകൊണ്ട് നമുക്ക് 40 വേണ്ട, 4 മതി. ഞാനെന്ന മുസ്ലിം അല്ലെങ്കിൽ ഞാനെന്ന ധർമ്മം അനുഷ്ഠിക്കുന്നവൻ എൻ്റെ 4 വശത്തുള്ള 4 കുടുംബങ്ങളെ ഇന്നത്തെ കേരളീയ സാഹചര്യത്തിൽ ഏറ്റെടുത്തു കഴിഞ്ഞാൽ 10 വർഷം കൊണ്ട്, അല്ല 5 വർഷം കൊണ്ട് കേരളത്തെ 10 പ്രാവശ്യം ദാരിദ്ര്യ വിമുക്തമാക്കാം. ഇവിടെ റേഷൻ ഉണ്ടാവില്ല, APL കാർഡ്, BPL കാർഡ്, ആ കാർഡ്, ഈ കാർഡ് ഒന്നും കാണുകയില്ല. ഇവിടെ ഒരു ആന്ധ്രേനെയും നമ്മൾ ആശ്രയിക്കേണ്ടി വരില്ല. പിന്നെ അവസാനം ഈ അരി വാങ്ങിയവൻ തിരിച്ചു ചോദിച്ചു, നിങ്ങൾക്ക് അങ്ങോട്ട് അരി വേണോ? ഞങ്ങൾക്ക് ധാരാളം അരിയായി. ഈ എക്കണോമിക്, ഈ റസൂലുള്ളാഹി മുന്നോട്ട് വെച്ച ഈ ഇസ്ലാമിക് എക്കണോമിയെ കുറിച്ച് ഒരു പുസ്തകം പോലും ഈ ലോകത്തിൽ എവിടെ എഴുതപ്പെട്ട ഏതെങ്കിലും യൂണിവേഴ്സിറ്റികളുണ്ടോ എന്ന് തപ്പാൻ തുടങ്ങിയിട്ട് കാര്യമായി ഉണ്ടെങ്കിൽ എന്നെ ഒന്ന് അറിയിക്കണം, എനിക്ക് കൂടുതൽ പഠിക്കാൻ. പക്ഷേ നമ്മൾ നിഷ്പക്ഷമായി ഒന്ന് ഈ ഒരു റസൂലിൽ നിന്ന് പഠിച്ചു നോക്കിയേ. ഒരാൾ വിശ്വാസിയായാൽ 4 വീടിന്റെ ഐശ്വര്യത്തിനും കാരണമായി ആ ധർമ്മം, ആ ദീൻ വിളങ്ങണമെന്ന് ആഗ്രഹിച്ചത് ഒരു തെറ്റായി പോയോ? ഇങ്ങനെയല്ലേ നമ്മൾ നമ്മുടെ മതത്തെ പ്രസക്തമാക്കി കൊടുക്കേണ്ടത്? ഇനി ഒന്നും വേണ്ട, ഒരാളെ ഏറ്റെടുത്താൽ മതി. ഞാൻ വീണ്ടും ഓഫർ കുറയ്ക്കുക, 4 എന്നുള്ളത് 1 ആക്കിയാൽ, 4 എന്നുള്ളത് 1 ആക്കി കഴിഞ്ഞാൽ ഒരാളെ നിങ്ങൾക്ക് ഏറ്റെടുക്കാൻ കഴിയുന്നുള്ളൂ എങ്കിലും മര്യാദയ്ക്ക് ഒരു കുടുംബത്തിന് ഏറ്റെടുക്കാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ 2.5 വർഷം കൊണ്ട് കേരളത്തിൽ ദാരിദ്ര്യം ഇല്ല എന്ന ഒരവസ്ഥ വരും. 100% ദാരിദ്ര്യ നിർമ്മാർജ്ജനം നൽകപ്പെടുന്ന രാജ്യമായി കേരളം മാറും, സംസ്ഥാനമായി മാറും.